നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറി. ഞാൻ തിരുവനന്തപുരം SUT ആശുപത്രിയിലെ അണുബാധ വിദഗ്ധനാണ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് മെയ് 5-ാം തീയതി ലോകാരോഗ്യ സംഘടന കൈശുചിത്വത്തിൻ്റെ പ്രാധാന്യം അറിയിക്കാനായിട്ട് വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ എല്ലാ വർഷവും ആചരിച്ച് വരാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ മെയ് 5-ാം തീയതി ലോകാരോഗ്യ സംഘടന ആചരിക്കുക. അപ്പോൾ ഈ കൈശുചിത്വത്തിൻ്റെ കാര്യം പണ്ട് കാലത്ത് വളരെ പ്രയാസമായിരുന്നു ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ കോവിഡ് വന്നതിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഈ കൈശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും അറിയുകയുണ്ടായി. അപ്പം ഈ കൈശുചിത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു രോഗാണു ഒരു രോഗിയിൽ നിന്ന് വേറൊരു രോഗിയിലേക്ക് പകരുന്നതിന് ഏറ്റവും കോമണസ്റ്റായ ഒരു കാര്യം നമ്മളുടെ കൈകളിൽ ഈ ബാക്ടീരിയ ഒട്ടി അത് അടുത്ത രോഗിക്ക് പകരുക എന്നുള്ളതാണ്. ബാക്ടീരിയയിലും വൈറസായി. അപ്പോൾ ആ സൈക്കിളിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കഴുകുക. സോപ്പ് ഉപയോഗിച്ച് കഴുകാം, അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്സ് ഉപയോഗിച്ച് കഴുകാം. അപ്പോൾ ഏത് രീതിയിലായാലും അങ്ങനെ നമ്മൾ കൈകളുടെ ശുചിത്വം പാലിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ വൈറസ് ബാധകൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് പോലത്തെ വൈറസ് ബാധകളെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനെല്ലാം അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവബോധം ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നോളജ്, ആ അറിവ് അവർക്ക് കൊടുക്കാനുള്ള പദ്ധതികളാണ് ഈ വർഷത്തെ അവരുടെ സ്ലോഗനിൽ ലോകാരോഗ്യ സംഘടന പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അത് ഹെൽത്ത് കെയർ വർക്കർ, അതായത് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പം ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൈകളുടെ ശുചിത്വം എത്രത്തോളം നമുക്ക് പാലിക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ നമുക്ക് പരമാവധി ഈ ഫ്ലൂ ലൈക്ക് വൈറൽനെസ്സുകൾ, കോവിഡ് പോലത്തെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ഈ ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ കൈ ശുചിത്വം നമ്മൾ പ്രോപ്പറായിട്ട് പാലിക്കാൻ. ടൈഫോയിഡിൻ്റെ കാര്യത്തിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, ഭക്ഷണ ശുചിത്വം, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. എന്നിരുന്നാലും കുറേയൊക്കെ അസുഖങ്ങൾ, ബാക്ടീരിയ, വൈറസ് പോലത്തെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കൈകളുടെ ശുചിത്വം പാലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാവരിലേക്കും എത്തിക്കാനാണ് പ്രത്യേകമായിക്കൊണ്ട് ഈ മെയ് 5-ാം തീയതി ലോകാരോഗ്യ സംഘടന ഈ കൈ ശുചിത്വ ദിനം അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ഡേ എന്ന രീതിയിൽ ആചരിക്കുന്നത്. താങ്ക് യു.